ബഹുമാനമായ ലിജി ടീച്ചർ, ബിന്ദു ടീച്ചർ, എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ കുഞ്ഞുങ്ങൾ, മക്കളാണ് നിങ്ങൾ എല്ലാവരും. ഇപ്പോഴും നമ്മളിപ്പോ എക്സാമിനോട്ട് കിടക്കുകയാണ് അല്ലേ? എല്ലാവരുടെയും മനസ്സിന് പേടിയൊക്കെ ഉണ്ട്. അപ്പോഴ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പം നമ്മൾ ഈ കലാലയ ജീവിതത്തിന്റെ ഇനിയും തൊട്ട് നമ്മൾ +2 കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും ഈ സ്കൂളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ക്ലാസ് 10ാം ക്ലാസ് അല്ലേ? അപ്പൊ നിങ്ങൾ ഈ എക്സാമിലെല്ലാം തയ്യാറെടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാറ് പറഞ്ഞതുപോലെ എന്റെ ബാല്യകാലം എനിക്ക് ഇവിടെ ഇരുന്ന് ഓർമ്മ വന്നു. അതില് ഓരോ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോഴും ഗുരുക്കന്മാർ പറയുമ്പോഴും എല്ലാം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടമാണ്. പക്ഷെ ഇന്നെല്ലാം മാറി നമ്മളൊരു ടീനേജിന്റെ ന്യൂജൻ ആണ് അല്ലേ? ന്യൂജൻ ആകുമ്പോ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരി. അതല്ലേ ന്യൂജനിന്റെ ഒരു ഇതായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇവിടെ ആദ്യം ഒന്ന് പറയട്ടെ, എന്റെ ചെറിയ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കും, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു. പരീക്ഷ ക്ലാസ് ടെസ്റ്റ് ഇടുക. അപ്പം 5ാം ക്ലാസ് വന്നത് ചെറിയ ക്ലാസ് തുടക്കത്തിലായിരുന്നു. അപ്പൊ എന്തോ ഒരു വഴിക്കണക്ക് പോലുള്ളതായിരുന്നു. ആ ക്വസ്റ്റ്യനില് സംഭവം ഇതാണ്: അതിലൊരു 30 രൂപയുടെ പെൻസിൽ, 20 രൂപയുടെ പേനായുമായിരുന്നു. അപ്പം ആകെ എത്ര രൂപ? അങ്ങനെയാണ് ക്വസ്റ്റിന്റെ ചോദ്യങ്ങളുടെ മോഡൽ വന്നേ. അപ്പോഴേ എല്ലാവരും പെട്ടെന്ന് ആൻസർ എഴുതി. ഞാനും പെട്ടെന്ന് ആൻസർ എഴുതി സാറിനെ കാണിക്കണ്ടേ? അപ്പം എത്രയാണ്? 50, 30 അല്ലേ? 80 അല്ലേ? പക്ഷെ അതിന്റെ ക്വസ്റ്റ്യനില് എഴുതിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എത്ര, സോറി 50 കേട്ടോ. അപ്പൊ എത്ര രൂപ കൊടുക്കണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് 100 എഴുതിയിട്ട് 100 എഴുതി സാറിനെ കൊണ്ട് കാണിക്കുന്നു. പെട്ടെന്ന് സാർ ആ പേപ്പർ നോക്കിയിട്ട് ഫസ്റ്റിലെ വടി എടുത്തിട്ട് എനിക്ക് ഒരു അടിയാണ് തന്നത്. ആ വടിയുടെ അടിയുടെ തലം ഇപ്പോഴും എന്റെ ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ അതിന് സാറിനെ നോക്കിയിട്ട് 50 അടി കിട്ടിയത്. അപ്പോഴാണ് ഞാൻ നേരെ നോക്കുമ്പോൾ എന്റെ അടുത്തിരുന്ന കുട്ടി എന്നോട് പോയിരുന്ന് എഴുതിയവൾ എന്നെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. ഈ പൊട്ടത്തേക്ക് ഞാനും എഴുതിയത് പെട്ടെന്ന് അവള് വായിച്ചു. അപ്പോഴും ഞാനിങ്ങനെ സാറിനെ നോക്കിയപ്പോൾ അടുത്ത മിനിറ്റ് സാറ് പറയാണ്, നീ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു കൂടിയിരുന്നു. കാരണം ആ ക്വസ്റ്റ്യന്റെ അവസാനം എന്തായിരുന്നു ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നാണ്. അപ്പൊ 50, 100 എഴുതിയാൽ അതിനകത്ത് 100 പൈസയാണോ 100 രൂപയാണോ? ശരിക്കും 1 രൂപ എന്നല്ലേ അതിന്റെ ആൻസർ വരുന്നത്. അപ്പോഴേ ചോദ്യം ശരിക്ക് വായിച്ചിട്ട് ഏത് പ്രവർത്തനമാണോ നമ്മൾക്ക് ചോദിക്കുന്നത് അതിന്റെ ആൻസർ എഴുതിയാലേ മാർക്ക് തരാൻ പറ്റുള്ളൂ. അന്നത്തെ അടിയോടെ ഓരോ എക്സാമിലും ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്നതിനുള്ള ഒരു മനസ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു. വീട്ടിലൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. വീട്ടില് സ്കൂൾ അടിയും സെന്റ് മേരീസ് സ്കൂളിലാണ്. അപ്പം വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് വന്ന് ചോറ് കഴിച്ചിട്ട് വേണം പോകാൻ. അവിടെ സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമല്ല, ഉച്ചയ്ക്ക് പശുവിനെ കഴിച്ച് അവിടെ വയലിൽ കെട്ടിയിട്ടുണ്ട്. പോയി പശുവിന് വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടിയുള്ളൂ. അവരുടെ സ്നേഹക്കുറവല്ല കേട്ടോ, പേരൻസിന് നമ്മളോട് സ്നേഹം കൂടുതലാണ്. അതുപോലെ വീട്ടിലെ സഹായങ്ങളും ചെയ്തു കൊടുത്താണ് ഞങ്ങൾ വളർന്നത്. എന്നിട്ട് തിരിച്ച് സ്കൂളിലേക്ക് ഒരു ഓട്ടം ഉണ്ട്. അങ്ങനെ അധ്യാപകർ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല ചിട്ടയോടെയും പഠിച്ചു. അതിന്റെ ഫലം എനിക്ക് കിട്ടി. അവിടെയും റിസൾട്ട് വന്നപ്പോഴേ വീണ്ടും ഒരു ദയനീയ സംഭവം ഉണ്ടായി. റിസൾട്ട് വരുമ്പോൾ നമ്മളെ പോലെ ഇന്ന് ടിവിയിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൊബൈലിൽ നോക്കി ആൻസർ നമ്മുടെ വിജയം കാണാൻ പറ്റുന്നുണ്ട് ഓരോരുത്തർക്കും അല്ലേ? പക്ഷെ അന്ന് അങ്ങനെയല്ല. ഓരോ ട്യൂട്ടോറിയലിൽ നമ്മൾ പോയി നോക്കണം. അവിടെ ഇങ്ങനെ അവരിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കും. അപ്പോഴ് അടുത്തുള്ള ട്യൂട്ടോറിയലിലാണ് ആദ്യം പോയി നോക്കുന്നത്. നോക്കിയപ്പം ഞാനല്ല പോയത് കേട്ടോ, വീട്ടിൽ നിന്ന് പിള്ളേർ പോയി അവിടെ പോയി നോക്കിയപ്പോട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ നമ്പരില്ല. നമ്പരില്ലാതിൽ അതിന്റെ അർത്ഥം എന്താണ്? ഫെയിലായി. ആദ്യം കിട്ടുന്ന ന്യൂസാണ്. ഞാൻ പെട്ടെന്ന് ഞാൻ എന്താണെന്ന് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നെഞ്ച് പൊട്ടി ഭൂമി താഴോട്ട് പിളർന്നു പോകുന്ന ഒരവസ്ഥയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് എന്റെ പേരൻസ്, എന്റെ അമ്മ ഉൾപ്പെടെ പറഞ്ഞു, എന്തിനായിരുന്നു മോങ്ങുന്നത്? അവള് കൂടുതൽ കരയാണെങ്കിൽ കല്ലെടുത്ത് ഏറ് കൊടുക്കാൻ പറഞ്ഞു. അത് ദേഷ്യത്തിലല്ല, അവരുടെ മനസ്സിലും അവരുടെ ആ ഒരു നമ്മളെ വളർത്തി കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടാത്ത ഒരു വിഷമം കൂടെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ തൂക്കുവോ? എനിക്ക് പിന്നെ വിചാരിച്ചു, ബോർഡ് എക്സാം അല്ലേ, ചിലപ്പോൾ എനിക്ക് എഴുതി ആൻസർ എന്തെങ്കിലും വിട്ടുപോയോ, ശരിക്കും ഞാൻ വിറച്ചു. ഇപ്പോഴും ആ അവസ്ഥ ഓർത്തപ്പോൾ ഒരു വിറയിൽ വരുന്നു. അപ്പോഴെന്റെ സഹോദരനായിരുന്നു ആ കുഞ്ഞമ്മയുടെ മോന്. അവനറിയാം എന്തായാലും തോക്കത്തില്ല, ഇവിടെ ജയിക്കുമെങ്കിലും ചെയ്യത്തില്ല.
വീട്ടില്. പെട്ടെന്ന് അവൻ വന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ പറക്കോട്ടുണ്ട് ട്യൂട്ടോറിയല്, അതിലായിരിക്കും. പക്ഷെ ആദ്യം എന്നിട്ട് അവൻ പെട്ടെന്ന് അന്ന് സൈക്കിളാണ്, സൈക്കിൾ എടുത്തുകൊണ്ട് പറക്കോട് വരെ പോയിട്ട് അന്വേഷിച്ചപ്പോഴും ഇവിടെ എന്റെ വീട്ടില് എന്റെ സഹോദരങ്ങളെ 5 പെണ്ണുങ്ങളായിരുന്നു, മക്കളും അപ്പുറത്തെ ഇപ്പുറത്തെ ഉള്ള പോലെ ഇങ്ങനെ അതിലൊക്കെ കൂട്ടസ്നേഹമല്ല. റിസൾട്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും മുറ്റത്തുണ്ട്, എല്ലാവരും ഒരു അങ്ങനെ ദയനീയമായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവൻ പോയി റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് അവിടെ ആശാ മനസ്സിൽ അറിയാമെന്ന് SM-ന്റെ അന്നൊക്കെ അവിടെയൊക്കെ വയലുകളായിരുന്നു കേട്ടോ. ആ സെന്ററിനോട് അവിടെ എത്തിയതേ അവൻ ഒരു കൈ സൈക്കിളിൽ കൈ പിടിച്ചിട്ട് അവള് തോറ്റിട്ടില്ല, അവൾക്ക് ക്ലാസ് ഉണ്ട്, അന്ന് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെയല്ലേ ഉണ്ടെന്ന് അലറി വിളിച്ചുകൊണ്ടാണ് അവൻ ഓടി വരുന്നത്. അപ്പോഴത്തേന് എനിക്കുണ്ടായ ഒരു സന്തോഷം, ആ അനുഭവം ഓർത്ത് നോക്കിക്കേ. അങ്ങനെ ആ ഒരു അവസ്ഥ നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. നല്ലതുപോലെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. അതുപോലെ നമ്മളുടെ അധ്യാപകര് പിന്നെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ +2 കഴിഞ്ഞു, പിന്നെ TTC ടീച്ചേഴ്സ് ഇങ്ങനെ ഡിഗ്രി ആയി. 2010 ഞാൻ MA ഹിസ്റ്ററി എഴുതിയെടുക്കുന്നത്. അതിലും ക്ലാസ്സോട് തന്നെയാണ് പാസ്സായത്. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു എഴുതിയത്. അങ്ങനെ ഞാനിപ്പം നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ഗുരുനാഥന്മാരും പേരൻസും ഒക്കെ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു തീയിലോട്ട് ചാടാൻ പോകുമ്പോഴേ നമ്മള് അതിന്റെ ഭംഗി കണ്ടിട്ട്, അല്ലെങ്കിൽ കടലിലെ തിരമാലകൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അതിനെ ആസ്വദിച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ പോകുമ്പോൾ നിങ്ങളായാലും കൈക്ക് പിടിച്ച് വേണ്ടാന്ന് പറയും. പക്ഷെ നമ്മൾ ആ കൊച്ചുകുട്ടി അത് അനുസരിക്കത്തില്ല. കാരണം എന്താ, അവൻ അതിൽ ലയിച്ച് ലഹരിയിലായി പോയി അല്ലെ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പക്വതയില്ലായ്മയിലോട്ട് പോകുന്നു എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് നിങ്ങളെ ടീനേജിലാണ്, നിങ്ങളുടെയൊക്കെ പ്രായം വരുമ്പോഴും എത്ര നമ്മള് ന്യൂജനാന്ന് പറഞ്ഞാലും ശരി, നിങ്ങളുടെ ഏജിലുള്ള പക്വത ഇനി കുറച്ചും കൂടെ വന്നിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് തെറ്റ് ചെയ്യാൻ ശരിക്കും വിലയിരുത്താൻ നിങ്ങൾക്ക് പറ്റുള്ളൂ, നിങ്ങൾ എത്ര പറഞ്ഞാലും. അപ്പോഴും നിങ്ങളെ അതിലോട്ട് പോകാതെ കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങളെ വഴക്ക് പറഞ്ഞതും ചിലപ്പോൾ ദേഷ്യം കാണിച്ചിട്ടുള്ളതും ഒക്കെ. എന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതും ഒക്കെ ഒത്തിരി പേരുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഇനിയും അത് മനസ്സിലാക്കി നല്ലതുപോലെ പഠിക്കുക, നല്ല മിടുക്കരായിട്ട് വരിക. പിന്നീട് ടീച്ചറ് ഈ വർഷം കൂടെ ഈ സ്കൂളിലുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയുള്ള സമയം, ഇതുവരെയുള്ള സമയമല്ല, ഇന്ന് തന്നെ കുറച്ച് സമയം ഞങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ സമയവും നമ്മള് പഠിക്കുക. നമുക്ക് തോന്നും, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും ഇപ്പൊ നമ്മുടെ കുറെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ആ ആഘോഷത്തിന്റെ ലഹരി നമ്മളിൽ നിന്നൊന്നും വിട്ടുപോയിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ഫലമായിട്ട് പെട്ടെന്ന് പഠിച്ചു വരുമ്പോഴായിരിക്കും മൊബൈൽ പെട്ടെന്ന് ഒരു ടിങ്ങെന്നൊരു ബെല്ലടിക്കും. പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നു അല്ലെ, അന്നത്തെ ഫംഗ്ഷനൊക്കെ ഉള്ള ആ ഫോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലോട്ട് നമ്മൾ ഇൻവോൾവ് ആവും. നമുക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ പഠിക്കാൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വേറെ ഒന്നിലോട്ട് നിങ്ങൾ മാറരുത്. അത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. രണ്ടാമത്, നമ്മൾ അടുത്തിരിക്കുന്ന കൂട്ടുകാരെ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളവരിലെ അഭിഷ്ടരായിട്ട് അങ്ങനെയുള്ള സ്നേഹം വരും, ഇഷ്ടമുള്ള വസ്തുക്കളെ സ്നേഹിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഉണ്ടോ? ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഐ ആം പെർഫെക്റ്റ് അങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങളെ സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങളെ പ്രായത്തിൽ ഞാനും ചെയ്തിട്ടില്ല. അടുത്ത കുട്ടികളെ നോക്കും, അവരാണ് ശരിയെന്ന് നോക്കും, എല്ലാം ശ്രദ്ധിക്കും. പക്ഷെ ഇന്നു മുതൽ നമ്മളെ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടു നടത്തുന്ന നമ്മുടെ കൈകാലുകൾ, നമ്മളുടെ മനസ്സ്, നമ്മുടെ ഇന്റേണൽ പാർട്സ്, നമ്മുടെ ആരോഗ്യത്തോടെ നമ്മളെ നയിക്കുന്ന നമ്മൾ പെർഫെക്റ്റ് ആകണം, നമ്മളാകണം. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം വരും. അങ്ങനെ എന്നും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് പറ്റും, ഞാൻ ആദ്യം നമ്മളെ സ്നേഹിക്കുക. ടീച്ചർ ഉദാഹരണം പറഞ്ഞാണ്. കാരണം എന്റെ ഒരു മനോഭാവം അത് തന്നെയാണ്. എല്ലാവരോടും സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എന്നെയും നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ കഴിവുകൾ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്നെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ ആശ്രയിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് അഹങ്കാരം എന്നല്ല അർത്ഥം ടീച്ചർ പറഞ്ഞത്. ടീച്ചർ നല്ല രീതിയിൽ പറഞ്ഞതിനെ ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം നമ്മൾ സ്വയം പര്യാപ്തതയുള്ള കുട്ടികളായിട്ട് തന്നെ വളരണം. ഈ പ്രായത്തിൽ നിങ്ങൾ അത് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക. നമ്മളുടെ ലക്ഷ്യം ഒരു മലയോളം ആകുമ്പോഴാണ് നമുക്ക് കുന്നോളം കിട്ടുന്നത്. ഒരു മലയുടെ മുകളിലുള്ള ഒരു നല്ല ഒരു സാധനം എടുക്കാനാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മത്സരത്തോടെ ഓടിപ്പോയി എടുക്കും. അവിടെ ക്ഷീണം നമുക്ക് തോന്നുമോ? ഇല്ല, നമ്മൾ ക്ഷീണമില്ലാതെ തോന്നും. അതേസമയം അവിടെ വരെ ഒന്ന് കയറിയിട്ട് വന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമോ? അവിടെ വരെ നടക്കുമ്പോഴോ എനിക്ക് വലിയ മലയാളം കൊണ്ട് കയറിയിട്ട് വരാനുള്ളൂ. അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എടുത്തിരിക്കുക, അതല്ലേ നമ്മുടെ. അപ്പൊ ലക്ഷ്യബോധം
നല്ലതായിട്ടുണ്ടെങ്കിൽ മാർഗദർശനങ്ങളെ നമ്മൾ മറികടക്കും. അതുപോലെ പഠിച്ച് മിടുക്കരായിട്ട് ഒരു ജോലി നേടണം. ടീച്ചറിന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം, അത് അഹങ്കാരത്തിൽ പറയുന്നതല്ല. ടീച്ചറിന്റെ 2 മക്കളാണ്. രണ്ടുപേരും വളർന്നു വരുമ്പോഴേ നിങ്ങളുടെ പേരൻസിനെ പോലെ എനിക്ക് മനസ്സിലെ ഭയങ്കര വിഷമങ്ങളും ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ മോനെ MBA കഴിഞ്ഞു. MBA കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ ഞങ്ങളുടെ ഒന്നും ആശ്രയമില്ലാതെ തന്നെ അവന് SR യൂണിവേഴ്സിറ്റി ചെന്നൈയിലാണ് പഠിച്ചത്. തന്നെ അവന്റെ മൈൻഡിലുള്ള ഒരു വ്യതിയായിരുന്നു ഒരു ജോലി കരസ്ഥമാക്കുക എന്നുള്ളത്. അവന് ഇന്റർവ്യൂവിൽ കയറി. ചെന്നൈയിൽ അവൻ പഠിച്ചെടുത്ത് തന്നെ ജോലിയിൽ കയറി. അതിനുശേഷം അവിടെ അവന്റെ മികവ് പുലർത്തിയിട്ട് കമ്പനി വീണ്ടും അവനെ ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 98 എബോവ് മാർക്ക് +2 ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറോ എഞ്ചിനീയറോ ആകാനൊന്നും ഇഷ്ടമില്ലായിരുന്നു. അവനൊന്നും പറഞ്ഞു, പ്രൗഡല്ല, എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എല്ലാവരെയും പോലെ. അപ്പോഴവൻ പറഞ്ഞ വാക്കുകള്, ഏത് ജോലിയായാലും അമ്മ ആത്മസംതൃപ്തിയോടെ നല്ല സന്തോഷത്തോടെ സത്യസന്ധമായി ചെയ്ത് മുന്നേറുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇന്ന് അവൻ നല്ല ഒരു ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ഉണ്ട്. പിന്നെ മോളുടെ കാര്യം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഞാൻ ടീച്ചറിന്റെ പറഞ്ഞ വാക്കുകൾ ഓർത്തുപോയി. ഇപ്പൊ അവളെ ഡിഗ്രി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ചെന്നൈയില് ക്രിസ്ത്യൻ കോളേജിലാണ് അവള് പഠിച്ചിറങ്ങിയതിനു ശേഷം അവളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ജേർണലിസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആരെങ്കിലും അതുപോലുള്ള ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ അതിൽ പോയി അറ്റൻഡ് ചെയ്യുക, ഇന്റർവ്യൂ നടത്തുക. അപ്പോൾ കുറെ പേര് ക്യാമറ, അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ അവൾ പഠിക്കുന്നതോടൊപ്പം തന്നെ മാസത്തില് ഒരിക്കലും ഒരു വർക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മാസത്തില് വാങ്ങിക്കുന്ന സാലറി ആ കുട്ടികള് ഒരു 4-5 വർക്ക് ഒരു മാസം അവരെടുത്താൽ മതി. 4-5 വർക്ക് എന്ന് പറയുമ്പോൾ ഒരു 4-5 ദിവസം സാറ്റർഡേ സൺഡേ ഒക്കെ പോയി ആ ഫംഗ്ഷന്റെ എല്ലാ ഇതും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സാലറി അതാണ്. അപ്പൊ ഈ പ്രായത്തില് ഒരു പക്വതയോടെ അവൾ മുന്നോട്ട് ഇറങ്ങിയപ്പോഴേ പലരും പറഞ്ഞു, എന്തിനാണോ ഇഷ്ടത്തിനില്ലേ? അവളുടെ പപ്പ പറഞ്ഞു, നിനക്ക് 3 തലമുറ സമ്പാദിക്കാനുള്ളത് ഞാൻ സമ്പാദിച്ചിട്ടിട്ടുണ്ട്, എന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നതെന്നോ. പക്ഷെ അവൾ പറഞ്ഞ ഒരു മറുപടി, എത്ര നമ്മൾക്ക് സമ്പത്തുണ്ടായാലും ഞാൻ അധ്വാനിച്ച് ഞാൻ സത്യസന്ധമായി നേടുന്ന, അല്ലെങ്കിൽ ഞാൻ അനാവശ്യമായിട്ട് അഹങ്കരിച്ച് നടക്കുകയല്ല പപ്പ. എന്നെ കുറിച്ച് അറിയാമല്ലോ, ഞാൻ എന്റെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, അതിലെനിക്ക് ആത്മാഭിമാനമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴേ ഉടനെ ഫാദർ പറഞ്ഞത്, എന്റെ മോളെ കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷമെന്ന് തിരിച്ചു പറഞ്ഞു. അതാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ പഠിച്ച് മുന്നേറണം. ഒരു ഏത് കാരണോ, ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചതോ ഒന്നും പറയല്ല ചെയ്യേണ്ടത്. പുസ്തകം എടുത്തിരിക്കുമ്പോൾ ഇന്നത്തെ എക്സാമിന് നിങ്ങൾക്ക് നമുക്കുള്ള ഒരു ഉപദേശമാണ് ഇഷ്ടമാണ് അല്ലേ? ഇത് ഉപദേശമല്ല, ടീച്ചറിന്റെ ഒരു എന്താണ് റിക്വസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കരുതിക്കോ. പിന്നീട് നിങ്ങളോട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഉറപ്പാണോ? സത്യസന്ധമായിട്ടാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന്, നമ്മുടെ സ്കൂളിൽ നിന്ന്, ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് സന്തോഷത്തോടെ ഇടത്തറ ബഹുമതൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയാണ്. ഈ വർഷത്തെ റിസൾട്ട് സാർ പറഞ്ഞതുപോലെ 15-ൽ പരം കുട്ടികൾ A+ കിട്ടാൻ സാധ്യതയുണ്ട്. B+, C+ അവരവരുടെ കഴിവ് കൊണ്ട് കിട്ടുന്നതാണ്. നിങ്ങൾ അതുപോലെ തന്നെ A+ഉം അതുപോലെ 100% വിജയവും നമ്മുടെ സ്കൂളിന് നിങ്ങളാണ് തരേണ്ടത്. ഞാൻ വേറെ അപ്പുറത്ത് പോയി പറയാൻ പറ്റുമോ? നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്. എനിക്കത് തരുമെന്ന് ഉറപ്പ് തരാണെങ്കിൽ അന്ന് കൈ കൂട്ടിക്കേ. എനിക്കത് ടീച്ചർ, ഞാൻ ഇന്ന് തൊട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മതിയാണ്. 100% വിജയം, 100% വിജയം കിട്ടാൻ ഉറപ്പുള്ളവര് നല്ലപോലെ കൈ നോക്കിയേ. 100% വിജയം. ഞാൻ ജയിക്കും. അതേ ഉദ്ദേശിച്ചുള്ളൂ. ഫസ്റ്റിലെ ഞാൻ പറഞ്ഞ ടീച്ചറിന് ഞാൻ വാക്ക് തന്നിട്ട് ഞാൻ ഒരിക്കലും എല്ലാവരും വാങ്ങിക്കണം എന്ന് ഞാൻ കഴിവുള്ള വാങ്ങിക്കണം. അതാണ് പറഞ്ഞത്. 100% വിജയം എന്ന് പറയുമ്പോൾ എല്ലാവരും ജയിക്കും. ഞാൻ ജയിക്കും. എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങളെ പോലുള്ള കുട്ടികൾ പ്രൗഡോടെ എന്റെ മുന്നിൽ നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരം സ്കൂളിൽ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടി, അന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി 10ാം ക്ലാസ്സില്
പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ആദ്യം സ്കൂളിൽ പോയി എന്റെ നമ്പർ ചോദിച്ചു. അപ്പോഴേ എന്റെ നമ്പർ മിസ്സായി പോയി, വേറെ പുതിയ നമ്പറായിരുന്നു, അവന് കിട്ടിയില്ല. വീണ്ടും അവൻ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴും എന്റെ ഫോൺ നമ്പർ ഒന്ന് തിരക്കി ടീച്ചറിനോടൊരു ഒന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞു. അവസാനം ഫേസ്ബുക്കിലെ എന്റെ ചേച്ചിയുടെ മോന്റെ ഫേസ്ബുക്ക് എടുത്ത് എങ്ങനെയോ അവൻ കണ്ടപ്പോ എന്റെ ഫോട്ടോ കണ്ടു. അവനെ റിക്വസ്റ്റ് ചെയ്ത് അവസാനം നേരെ ഫോൺ വിളിച്ച്, ഇത് ലത്തീഫ ടീച്ചറാണോ, എനിക്കൊന്ന് നമ്പർ തരുമോ എന്ന് ചോദിച്ചു. അവൻ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചിന്നമ്മ ഒരു ശ്രീജിത്താണ്, കൊടുക്കണോ നമ്പർ? ആരാ എനിക്കറിയില്ല, പൈക്കോട്ട് തിരുവനന്തപുരം ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ബസ്സിൽ കയറുമ്പോഴ് അവന്റെ വാക്കുകൾ ഫസ്റ്റിൽ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ? ഫൈനലി മൈ ഡ്രീംസ് കം ട്രൂ ടീച്ചർ. ഞാൻ അനുസരിച്ച് പോയി. എനിക്ക് ആരാണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. എന്നുവെച്ചാൽ എന്റെ സ്വപ്നം അവസാനം സാക്ഷാത്കരിച്ചു. കാരണം അവൻ എന്നിട്ട് പറയുകയാണ്, ടീച്ചറെ ഞാൻ എന്റെ 10ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി പാസ്സായി, എന്റെ ടീച്ചറെ അറിയിക്കാൻ വേണ്ടി ഞാൻ നമ്പർ തിരക്കി. പിന്നീടുള്ള എല്ലാ ഫേസ്ബുക്കിലെ ടീച്ചറുടെ ഫോട്ടോ ഒക്കെ നോക്കും. വേറെ ഞങ്ങൾ ഫോട്ടോ എടുത്തില്ലല്ലോ, പേരുള്ള പലരും ഉണ്ട്. വീട്ടിൽ എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. ഇന്ന് ഞാന് മഞ്ചേരി കോഴിക്കോട് മഞ്ചേരി ഹോസ്പിറ്റലില് ഡയാലിസിസ് സെഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ അഭിമാനത്തോട് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡ് അത് തന്നെയായിരുന്നു. അതായത് നിങ്ങൾ എത്രത്തോളം നല്ല നിലയിലെത്തുന്നു അതായിരിക്കും നിനക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന. അവിടെ എല്ലാവരും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായിട്ട് ഈ വർഷം എനിക്ക് തരുന്ന, നിങ്ങൾ എല്ലാവരും എനിക്ക് തരുന്ന സ്നേഹവും ഉപഹാരമായിരിക്കും എന്ത്? നിങ്ങൾ തന്നെ പറയാം, എന്തായിരിക്കും? ഉറക്കെ പറ. നിങ്ങളുടെ നല്ല റിസൾട്ട്. ഓക്കെ അല്ലേ? അപ്പോഴ് ഇനിയുള്ള പരീക്ഷകളില് ടീച്ചർ പറഞ്ഞ പോലെ നമ്മള് പഠിച്ചിട്ട് തന്നെ എല്ലാവരും വന്നിരിക്കുക. ടീച്ചറിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾക്ക് എന്നും ഉണ്ടാവും. ഭാവിയിലെ നല്ല നിലയിലായി നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് എല്ലാവിധ